റഹീമിന്റെ മോചനത്തിനാവശ്യമായ 34 കോടി രൂപ വളരെ എളുപ്പത്തിലും സുതാര്യമായും പിരിച്ചെടുക്കാൻ മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിച്ചതിന് പിന്നിൽ മലപ്പുറത്തെ 3 പേരുടെ പ്രയത്നമുണ്ട്. മലപ്പുറം സ്വദേശികളായ അഷ്ഹർ, മുഹമ്മദ് ഷുഹൈബ്, മുഹമ്മദ് ഹാഷിം എന്നിവർ. സ്പൈൻ കോഡ്സ് എന്ന മലപ്പുറത്തെ ഇവരുടെ സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ഈ ആപ്പ് നിർമ്മിച്ചത്. അബ്ദുൾ റഹീമിന് വേണ്ടി പണം സമാഹരിച്ച സമയത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചായിരുന്നു. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പൈൻ കോഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. മലപ്പുറം സ്വദേശികളായ 3 യുവാക്കൾ തന്നെയാണ് ആ ഒരു കമ്പനിക്ക് നേതൃത്വം കൊടുത്തതും സുതാര്യമായ ഒരു ആപ്ലിക്കേഷൻ രൂപപ്പെടുത്തിയെടുക്കുന്നതും. അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. പേരെന്താ? ഷുഹൈബ്, മുഹമ്മദ് ഷുഹൈബ്. അഷ്ഹർ, മുഹമ്മദ് ഹാഷിം. ഇതിൻ്റെ ഒരു പ്രവർത്തനം പിന്നീട് എങ്ങനെയായിരുന്നു തുടങ്ങിയ സമയത്ത്? ആ രീതിയിൽ ആദ്യഘട്ടത്തിൽ നമുക്കൊരു ചാലഞ്ചിങ് ആയിരുന്നു. ഒരു വലിയ എമൗണ്ട് വളരെ കുറഞ്ഞ ദിവസം ഒരാളൊരു രൂപ കൊടുക്കുമ്പോൾ അത് കൃത്യമായി ആ ആളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അതിന് റെസിപ്റ്റ് അയക്ക് ലഭിച്ച് കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യമല്ലേ. അപ്പോൾ അത് അവർക്ക് കൃത്യമായി കിട്ടിയത് കൊണ്ട് ആ ആളുകൾ ഇതിനെ സ്വീകരിച്ചു. 30 കോടിക്കടുത്ത് രൂപ ഈ ഒരു ആപ്പ് വഴി മാത്രമാണ് വന്നിട്ടുള്ളത് അല്ലേ? തീർച്ചയായും പൂർണ്ണമായും 30+ CR ആപ്പ് വഴി കളക്ട് ചെയ്യുകയും ബാക്കിയുള്ള പേയ്മെൻറ്റ് മാനുവലായിട്ട് ബിരിയാണി ചലഞ്ച് അതുപോലെ ആളുകളുടെ നിന്ന് നമ്മൾ പാട്ട വെച്ചിട്ട് അഥവാ ബക്കറ്റ് പിരിവ് തുടങ്ങിയതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ബാക്കി 4 കോടി കളക്ട് ചെയ്തു. രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ആളുകൾ ഇതിനു വേണ്ടി അണിനിരന്നിരുന്നു. അതിലൊരു സാങ്കേതികമായിട്ടുള്ളൊരു സഹായം കൊടുത്തതിൽ നിങ്ങൾക്കും ആ നിലയിൽ അഭിമാനിക്കാമല്ലേ? ഓൾ ഓവർ, അതായത് ഈ മുഴുവൻ ആളുകളും പലവിധ ചെറുതും വലുതുമായ ഒരുപാട് ആളുകൾ, ഒരുപാട് സംഘടനകൾ, നമ്മൾ ഈ വൈലക്കം മുഴുവൻ അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ടുള്ള പിരിവുകൾ ചെറിയ തോതിലും വലിയ തോതിലും നടന്നുകൊണ്ടിരിക്കുക. ലോകത്തിൽ ഇപ്പോൾ നമ്മൾ അനലിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും മലയാളികൾ ഇതിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. എല്ലാ മലയാളി, അതായത് ഒരേ സെക്കൻഡിനുള്ളിൽ ലക്ഷക്കണക്കിന് 4-5 ലക്ഷം ആളുകളാണ് ഒരേ സമയം ആപ്പിൽ നോക്കിയിരുന്നുകൊണ്ടിരുന്നത്. ഫണ്ട് ആവുന്നുണ്ടോ, എത്ര ആവുന്നുണ്ട് എന്ന്. അത്രയും യൂസേഴ്സിനെ, അത്രയും ബൾക്ക് യൂസേഴ്സ് വരിക എന്ന് പറയുന്നതും അത് ലൈവായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരൊക്കെ ആപ്ലിക്കേഷൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ആളുകൾ സഹകരിച്ചിട്ടുള്ള ഒരു വലിയൊരു സംഭവം. അത് വളരെയധികം മലയാളികൾക്ക് എല്ലാവരും അഭിമാനമാണ്. പക്ഷേ ഈ വിജയം പൂർണ്ണമാണെങ്കിൽ അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 100% വിജയിച്ചു. ഇപ്പോൾ ഏകദേശം നമ്മൾ അതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇനിയും ഇത്തരം ദൗത്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ചെയ്തു കൊടുക്കും അല്ലേ? ഷുവറായിട്ട്. കാരണം ഇതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമുക്ക് എന്നും മരിക്കോളം അഭിമാനിക്കാവുന്നതാണ്. അദ്ദേഹം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവൻ, നമുക്ക് എത്രയോ പേര് ക്യാൻസറായിട്ടും അസുഖങ്ങളായിട്ടും മരിക്കുന്നു. അത് ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുക പറയുന്നത്, അവരൊന്നും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ, ഡോക്ടർമാർക്ക് പോലും പറ്റുന്നില്ല. ഈ ഒരു മനുഷ്യനെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു രൂപ ഇട്ട ആൾക്ക് പോലും രക്ഷിക്കാൻ കഴിഞ്ഞതിൽ പങ്കാളിയായിട്ടുണ്ട്. അതിൽ 100% മരിക്കോളം നമുക്ക് അഭിമാനിക്കാം. അത് തന്നെയാണ് മലപ്പുറത്തുകാരായ 3 സുഹൃത്തുക്കളായ യുവാക്കളുടെ ഒരു സംരംഭമാണ് അബ്ദുൾ റഹീമിന് വേണ്ടി പണം സമാഹരിച്ച് ആപ്ലിക്കേഷൻ ഒരുക്കുന്നത്. തീർത്തും സുതാര്യമായ പ്രവർത്തനമായിരുന്നു. അതിൻ്റേത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും കണ്ടു. എന്തായാലും ആ ഒരു മനുഷ്യത്വം വിളിച്ചോതുന്ന ആ ഒരു പ്രവൃത്തിയിൽ തീർത്തും സൗജന്യമായിരുന്നു ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവരും സമയം കണ്ടെത്തിയത്, അതിനുവേണ്ടി സമയം നൽകിയതെന്ന് തന്നെയാണ് അവരും ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.